മലപ്പുറത്തിന്റെ കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ പകർന്ന് കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഓൺ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതി 2025-26 പ്രകാരം സംഘടിപ്പിക്കുന്ന ജില്ലാതല കാർഷിക പ്രദർശന വിപണന മേള ഹോർട്ടി മഹോത്സവ് 2026 തുടക്കമായി. ജില്ലാ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. വിഷരഹിത കൃഷി സാധ്യമാക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്നും എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റം കഴിയുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ S. ബീന ചടങ്ങിൽ അധ്യക്ഷയായി. ഫെബ്രുവരി 6-7 തീയതികളിലായി നടക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളയിൽ വിവിധ ഇനം പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴവർഗ്ഗങ്ങൾ മുതലായവയുടെ നടീൽ വസ്തുക്കൾ, നാടൻ പഴം, പച്ചക്കറികൾ, വിവിധ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, തേനുൽപ്പന്നങ്ങൾ, കൂൺ കൃഷി യൂണിറ്റുകൾ, കൂൺ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശന വിപണനവും, കാർഷിക യന്ത്രങ്ങൾ, സൂക്ഷ്മ ജലസേനം എന്നിവയുടെ രജിസ്ട്രേഷൻ, ഹൈഡ്രോപോണിക്സ് കൃഷി മാതൃക, മണ്ണ് പരിശോധന തുടങ്ങിയവയും ഉണ്ടായിരിക്കും. മേളയോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും കാർഷിക മേഖലയിലെ വിഷയങ്ങളെ ആസ്പദമാക്കി പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ AIF സോണൽ കോർഡിനേറ്റർ TS സുധാറാണിയുടെ നേതൃത്വത്തിൽ കാർഷികാടിസ്ഥാന സൗകര്യങ്ങൾ, അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സാധ്യതകൾ എന്ന വിഷയത്തിലും ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ TK സൈഫുന്നിസയുടെ നേതൃത്വത്തിൽ MIDH പദ്ധതികളുടെ സാധ്യതകൾ, MIDH പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാം എന്നീ വിഷയങ്ങളിലും പെരിന്തൽമണ്ണ തനി അർബൻ ഫാമിംഗ് സർവീസസ് പ്രതിനിധി PS സച്ചിന്റെ നേതൃത്വത്തിൽ ഹൈഡ്രോപോണിക്സ് കൃഷി എന്ന വിഷയത്തിലും കൃഷി ഉദ്യോഗസ്ഥർക്ക് പരിശീലന പരിപാടി നടന്നു. ഫെബ്രുവരി 7 വിളകളിലെ കൃത്യതാ കൃഷി എന്ന വിഷയത്തിൽ കർഷകർക്ക് പരിശീലന പരിപാടി നടക്കും. ചടങ്ങിൽ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ മുസ്തഫ കുന്നത്തൊടി, ജില്ലാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിയോ ജോയ്, രാഷ്ട്രീയ പ്രതിനിധികളായ MK മുഹസിൻ, സുന്ദരൻ വില്ലോടി, KM ജോസ്, KP രാമനാഥൻ, രാജേഷ് കൊന്നത്തെ എന്നിവർ സംസാരിച്ചു. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ TK സൈഫുന്നീസ സ്വാഗതവും അങ്ങാടിപ്പുറം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷുഹൈബ് തൊട്ടിയൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും പങ്കെടുത്തു. നമുക്ക് വൈറ്റ് കോളർ ജോലി തന്നെ വേണമെന്നില്ല. കാര്യങ്ങൾ അവർക്ക് അതിൻ്റെതായ ഉപജീവന മാർഗവും അതിനുള്ള വഴികളും കണ്ടെത്താൻ സുസ്ഥിരമായ ഒരു ഫണ്ടാണെങ്കിൽ, ഒരു വരുമാന മാർഗമാണെങ്കിൽ എല്ലാവരും ഇറങ്ങും. അങ്ങനെ മാറി നിൽക്കുന്നവരല്ല നമ്മൾ ജനത. പക്ഷേ അതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് നമ്മളാണ്. അപ്പം നമുക്കൊക്കെ ഇപ്പൊ അറിയാം, ഒരു കർണാടകയിലോ തമിഴ്നാടിലോ ഒരു ദിവസം പണിമുടക്കുണ്ടായാൽ അല്ലെങ്കിൽ വാഹനങ്ങളായി പോയാൽ നമ്മൾ അടുക്കള കാലിയാവും. നമുക്ക് അവരെ ആശ്രയിക്കുകയാണ് നമ്മൾ. എനിക്കൊക്കെ അനുഭവമുണ്ട്. ഞാൻ അവിടൊക്കെ ഈ രീതി പോയി കണ്ടതും ഉപയോഗിച്ചതാണ്. അവിടുത്തെ കാർഷിക രംഗം എങ്ങനെയൊക്കെയാണ് അവർ ഇങ്ങോട്ടായിക്കളും ഫ്രൂട്ട്സുകളും ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ അടുക്കളത്തോട്ടം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. പക്ഷെ അതിനുള്ളതായ വഴികളാണ്, അതിനുള്ള മറ്റു സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.